ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു വാട്ടർ ഈറ്റിനിടെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയറും കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ രാവിലെ തന്നെ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിച്ചുകൊണ്ട് തന്നെയായിരുന്നു തുടക്കം, എന്നത്തെയും പോലെ. അത് കഴിഞ്ഞിട്ട് തലേദിവസം കുതിർത്ത് വെച്ച് കുറച്ച് ബദാമൊക്കെ കഴിച്ചു. പിന്നെ ഒരു ബോയിൽഡ് എഗ്ഗാണ് കഴിച്ചത്. മിക്ക ദിവസവും ഞാൻ രാവിലെ ഒരു മുട്ട പുഴുങ്ങിയത് കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്ലാസ് ബൂസ്റ്റാണ് കുടിച്ചത്. ഇത് ബൂസ്റ്റ് ഞാൻ നേരത്തെ കുടിക്കത്തില്ലായിരുന്നു, ഇപ്പം കുറച്ച് നാളായിട്ടാണ് അത് കുടിച്ചു തുടങ്ങിയത്. പിന്നെ ഇപ്പം മഴ ഇതുവരെ തോർന്നിട്ട് ഇവിടെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ചപ്പാത്തിയും പിന്നെ സോയാബീൻ കറിയുമായിരുന്നു. അങ്ങനെ 3 ചപ്പാത്തിയും കുറച്ച് സോയാബീൻ കറിയൊക്കെ എടുത്ത് കഴിച്ചു. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് സോയാബീൻ കറിയായിരുന്നു, നല്ല ടേസ്റ്റാണ്. ഒത്തിരി നാൾ കൂടി ഇരുന്ന കേട്ടോ സോയാബീൻ കഴിക്കുന്നത്. പണ്ടൊന്നും ഇത് വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അങ്ങനെ കഴിക്കത്തൊന്നുമില്ല, ഇപ്പം കഴിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴേക്കും മാങ്ങായും പിന്നെ മുന്തിരിങ്ങയൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. ഒരു മാങ്ങ നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ അല്ലാതെ കഴിച്ചു. ഒരു മാങ്ങ ചെറുതായിട്ടൊരു കട്ടിയുള്ള മാങ്ങയായിരുന്നു, അതിനകത്ത് ഞാൻ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് കഴിച്ചത്. അങ്ങനെ കഴിക്കാനായിരുന്നു കുറച്ചുകൂടെ ടേസ്റ്റ്. മാങ്ങ ഇനിയിപ്പോൾ എങ്ങനെ തിന്നാലും എന്താ അടിപൊളി ടേസ്റ്റ് ആയല്ലേ. പിന്നെ കുറച്ച് മുന്തിരി കൂടെ ഉണ്ടായിരുന്നു, അത് തേനിയിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിയായിരുന്നു. അപ്പം നമ്മുടെ മാങ്ങായും മുന്തിരിയും എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് തീരുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. ആ വിഷമം എനിക്ക് നല്ല രീതിക്ക് വന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ലഞ്ചിനായിട്ട് ഇന്ന് ചോറും സാലഡും കുക്കുംബറും ക്യാരറ്റും ഉണ്ടായിരുന്നുള്ളൂ സാലഡിന്. പിന്നെ ക്യാബേജ് തോരനും പിന്നെ മീൻകറി ഉണ്ടായിരുന്നു, കേര മീൻകറി. അതൊക്കെ കൂട്ടിയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് പെട്ടെന്ന് കുളിച്ച് റെഡിയായി. ഇന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിനായിട്ട്. പക്ഷേ അവിടെ ചെന്നപ്പം ഡോക്ടർ ഇല്ലായിരുന്നു, പുറത്ത് നല്ല മഴയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നിട്ട് നേരെ വീട്ടിലോട്ട് പോകാമെന്ന് കരുതി. പക്ഷേ ഞങ്ങൾക്ക് 2 പേർക്കും ഒരു ഫ്രൂട്ട് സലാഡ് കഴിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ പത്തനംതിട്ടയിലുള്ളൊരു ബേക്കറി കയറി 2 ഫ്രൂട്ട് സലാഡ് കഴിച്ചു. എനിക്ക് എന്ത് ഫുഡ് കിട്ടിയാലും ഉണ്ടല്ലോ പെട്ടെന്ന് കഴിച്ച് കഴിയണം എന്നുള്ളൊരു കാരണം ഞാൻ ഫസ്റ്റിൽ കഴിച്ച് കഴിയും. അത് കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലോട്ട് വന്നിട്ട് ചായയും പിന്നെ മിച്ചർ വരുന്ന വഴിക്ക് വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. മിച്ചർ ഉണ്ടാക്കുന്ന ഒരു കടയുണ്ടായിരുന്നു, അവിടെ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നു. അങ്ങനെ മിച്ചറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ മിച്ചർ കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരാഗ്രഹം, നമ്മൾ പഴം മുക്കിയിട്ട് കഴിക്കുമല്ലോ, മിച്ചറിനകത്ത് പഴം മുക്കിയിട്ട് അങ്ങനെ കഴിക്കത്തില്ലേ, അതെനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമാണ് കേട്ടോ. അപ്പം വീട്ടിൽ ഏത്തയ്ക്ക ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ ഏത്തയ്ക്ക ആ മിക്സറിനകത്ത് മുക്കിയിട്ട് കഴിച്ചു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റ് ആയിട്ടോ. പഴമാണ് കൂടുതൽ നല്ലത്. പിന്നെ നൈറ്റിലത്തെ ഫുഡിനായിട്ട് മുട്ട വറുത്തതും പിന്നെ ആണെങ്കിൽ പയറ് മെഴുക്കുവരട്ടിയും പിന്നെ അവിയലുണ്ടായിരുന്നു, പിന്നെ കേര മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ വെട്ടുമാങ്ങാച്ചാറുണ്ടല്ലോ, മാങ്ങയുടെ അണ്ടിയോടുകൂടി തന്നെ ഉണ്ടാക്കിയത്, അങ്ങനത്തെ ആ ഒരു അച്ചാറും പിന്നെ പപ്പടവും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടിയാണ് ഇന്ന് ഫുഡ് കഴിച്ചത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ ഒരുപാട് വൈകി, കാരണം ചായ കുടിച്ചത് ലേറ്റായിട്ടാണ്. അത് കാരണം വയറിങ്ങനെ നിറഞ്ഞിരിക്കുമായിരുന്നു. അത് കാരണം ഫുഡ് കഴിക്കാൻ ഒരുപാട് ലേറ്റായി. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇന്ന് അടുക്കളയിലിരുന്നായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക്, ഷെയറും കമൻറ്റും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്